കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു പാറശാലയിലെ ഷാരോൺ രാജ് എന്ന ചെറുപ്പക്കാരൻ്റെ മരണം. അതിലെ ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, അങ്ങനെ പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ കോടതി അത് മാറ്റിവെച്ചു. അതിശക്തമായ വാദപ്രതിവാദമാണ് ഇന്ന് കോടതി മുറിക്കുള്ളിൽ നടന്നത്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ്റെ സ്വഭാവമാണെന്നും ഷാരോൺ അനുഭവിച്ച വേദന, 10 ദിവസത്തോളം കടിച്ചു പിടിച്ച വേദന, അത് ശരീരത്തിനേൽക്കുന്നതിനേക്കാളും ഏറ്റവും അധികം അവൻ്റെ മനസ്സിനെയാണ് വേദനിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഡോക്ടർമാർ നൽകിയിരിക്കുന്ന മൊഴിയും അത് ശരിവെക്കുന്നു. അപൂർവങ്ങളിൽ ഏറ്റവും അപൂർവമായ ഒരു കേസായി തന്നെ ഇതിനെ പരിഗണിക്കണം. ഇന്ന് ലഭിക്കാവുന്ന, നിയമപരമായി പ്രതിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷയായിട്ടുള്ള തൂക്കുകയർ തന്നെ ഗ്രീഷ്മയ്ക്ക് നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഈ സാഹചര്യത്തിൽ ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ചില വിവരങ്ങൾ, അല്ലെങ്കിൽ അഭിഭാഷകർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഷാരോൺ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന രീതിയിലുള്ള ചില സൂചനകളായിരുന്നു. പക്ഷേ ശരിക്കുമുള്ള സത്യാവസ്ഥ അത് കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള DYSP KJ ജോൺസൺ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു തരത്തിലും ഒരു ബ്ലാക്ക് മെയിലും ഉണ്ടായിട്ടില്ല എന്നും, പട്ടാളക്കാരനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും ഷാരോണുമായി രാത്രിയിൽ മണിക്കൂറുകളോളമായിരുന്നു ഗ്രീഷ്മ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, ഒരേ സമയം 2 പേരുമായി. അതോടൊപ്പം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ നടത്തിയ കാര്യങ്ങൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുകയാണ്. ഒട്ടും തന്നെ നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ, ഉത്തരം മുട്ടിയപ്പോഴാണ് ഈ കുറ്റസമ്മതം ഗ്രീഷ്മ നടത്തിയതെന്നും ജോൺസൺ വ്യക്തമാക്കുകയാണ്. മലയാളി വാർത്തയോട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജോൺസൺ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഈ പ്രതി പറയുന്നത് ശരിയല്ല, ഇതിൽ കോൺട്രാഡിക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പം തന്നെ ഇതിൽ സംശയം കൂടുതലായിട്ട് കനപ്പെട്ടു വന്നു. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വസ്തുതകൾ വെച്ചും മറ്റ് തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നിൽക്കാനാവാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന്, അതും പൂർണ്ണമായിട്ടും പറഞ്ഞില്ല, ചെയ്തു എന്ന് അർത്ഥ രീതിയിൽ സമ്മതിച്ചു. പിന്നീട് അതിന്റെ മറ്റ് തെളിവുകൾ കണ്ടെത്തുന്നതിലേക്കുള്ള അന്വേഷണം. തെളിവെടുപ്പിന്റെ ഘട്ടത്തിലൊക്കെ കൃത്യമായിട്ട് സഹകരിച്ചിരുന്നു. ആ സമയത്തൊക്കെ കൃത്യമായിട്ട് അന്വേഷണവുമായിട്ട് പ്രതി സഹകരിച്ചിരുന്നു. സഹകരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ പഴുതരത്തിലുള്ള അന്വേഷണമായിരുന്നു. എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയ, ചെറിയ ഇന്ന സ്ഥലത്ത് ഷാരോനുമായിട്ട് പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഞാൻ ടീമും നേരിട്ട് പോയിട്ട് അവിടെയുള്ള നിസ്സാരമെന്ന് കരുതുന്ന സാക്ഷികളെപ്പോലും കണ്ടു ചോദിച്ചിരുന്നു. ഒരു തെളിവും ഇതിൽ വിട്ടുപോരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഗ്രീഷ്മ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു എന്നാണ്. സാധാരണ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ്. അങ്ങനെ ഒന്നിൽ കൂടുതൽ തവണ ആത്മഹത്യാ പ്രവണത കാണിച്ചിട്ടുണ്ട് പെൺകുട്ടി. അത് ഒരു തവണ മാത്രമാണ് പിന്നെ ആത്മഹത്യക്കുള്ള ഒരു ശ്രമം നടത്തിയത്. ആത്മഹത്യക്കുള്ള ശ്രമം നടത്തിയത് പോലും ഈ പിന്നെ അന്വേഷണത്തെ തന്നെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനും വേണ്ടിയിട്ട് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ സർവൈലൻസ് നിർത്തിയപ്പോൾ അവിടുത്തെ ബാത്റൂമിൽ കയറിയിട്ട് ലൈസോൾ കുടിച്ചിട്ട് ചെയ്തതാണ്. അല്ലാത്ത സമയത്ത് പിന്നീട് അറസ്റ്റൊക്കെ രേഖപ്പെടുത്തുന്നത് മെഡിക്കൽ കോളേജിലാണ്. കനത്ത പോലീസ് ബന്ദോബസ്തിലും വനിതാ പോലീസിൻ്റെ നിരീക്ഷണത്തിലുമാണ് പിന്നീട് ഗ്രീഷ്മ കഴിഞ്ഞത്. അത്തരത്തിൽ പിന്നീട് യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ആത്മഹത്യാ പ്രവണത എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ഒരിടത്ത് പോലും ഗ്രീഷ്മയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ട് അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ ഏതെങ്കിലും ഹോസ്പിറ്റലോ അങ്ങനെയൊന്നും ഒരു തരത്തിലുള്ള രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് ഇവർ വാദത്തിന് വേണ്ടി പറയുന്ന. വാദത്തിന്റെ ഇടയിലും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഈ സ്വകാര്യ ദൃശ്യങ്ങൾ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിലേക്ക് പോയതെന്ന വാദം ഇന്നും ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് അവിടെ ഉണ്ടായിരുന്നു? ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിട്ടില്ല. ഈ ഷാരോൺ രാജിൻ്റെയും ഗ്രീഷ്മയുടെയും വീഡിയോ ചാറ്റ്സുകളും വീഡിയോകളും ഫോട്ടോകളും എല്ലാം നമ്മൾ നിരന്തരം പരിശോധിച്ചാണ്. അതിലൊന്നും തന്നെ ഇത്തരം ഒരു ഫോട്ടോ പോലും നമുക്ക്, അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിവർ വെറുതെ പറഞ്ഞു. കൊലപ്പെടുത്തണം എന്നുള്ള സാഹചര്യം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള കെട്ടുകഥകളും മറ്റുള്ള രീതിയിലുള്ള ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള ചില സ്റ്റോറീസും ഒക്കെ തന്നെ ഒരുക്കി ഈ ഷാരോൺ രാജിനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രതി ശ്രമിച്ചുവെങ്കിലും, അതെ, വിവാഹ നിശ്ചയം നടക്കുമ്പോൾ തന്നെ ഈ ഷാരോൺ രാജുമായിട്ടും നിരന്തരം രാത്രിയിൽ 1 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്. തുടർന്ന് പട്ടാളക്കാരനായ പ്രതിശ്രുത വരനുമായിട്ട്